പത്രോസിൻ്റെ രണ്ടാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പത്രോസിൻ്റെ രണ്ടാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് രണ്ടാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം രണ്ടിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നുകളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ അവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുന്ന കാലം തൊട്ട് തന്നെ കേൾക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് വീണ്ടും വരും. എന്നാൽ സുവിശേഷം വിശ്വസിച്ചു ദൈവമകനായി ദൈവമകളായി തീർന്നു വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഒരു സംശയം, കർത്താവ് വരുമെന്നൊക്കെ പറയുന്നത് ശരിയാണോ? എത്രയോ നൂറ്റാണ്ടുകളായി ഈ കാര്യം പ്രസംഗിക്കുന്നു, പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഈ സംശയം അനേക ആളുകൾക്കുണ്ട്, അനേക വിശ്വാസികൾക്കുണ്ട്. ഇന്ന് നാം വായിച്ച വേദഭാഗത്ത് പത്രോസ് അപ്പോസ്തലൻ അങ്ങനെ സംശയമുള്ള ആളുകൾക്ക് മറുപടി നൽകുകയാണ്. പത്രോസ് അപ്പോസ്തലൻ എഴുതുന്ന രണ്ടാമത്തെ ലേഖനമാണിത് എന്ന് പറയുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യം തൻ്റെ ഒന്നാമത്തെ ലേഖനവും ഇതേ ആളുകൾക്കാണ് എഴുതിയത് എന്നാണ്. പത്രോസിൻ്റെ ഒന്നാം ലേഖനം എങ്ങനെയുള്ളവർക്കാണ് എഴുതിയത് എന്ന് ആ ലേഖനം പരിശോധിച്ചാൽ മനസ്സിലാവും. ക്രിസ്തീയ വിശ്വാസം മൂലം കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർക്കായിരുന്നു പത്രോസ് തൻ്റെ ഒന്നാം ലേഖനം എഴുതിയത്. ദൈവഹിതപ്രകാരം ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കുന്നവരെ പത്രോസ് ആ ലേഖനത്തിൽ ഉത്സാഹിപ്പിക്കുകയാണ്. എന്നാൽ തൻ്റെ രണ്ടാം ലേഖനം വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നതാണ്. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വിശ്വാസികളും അവർ ഉൾപ്പെടുന്ന സഭയും സ്വർണം തീയിലൂടെ എന്നതുപോലെ ശുദ്ധീകരിക്കപ്പെടും. കഷ്ടതയിലൂടെ വിശ്വാസികളെ കടത്തിവിട്ട് അവരെ തകർക്കാൻ പിശാച് ശ്രമിക്കും. എന്നാൽ കഷ്ടത സഭയെയും വിശ്വാസികളെയും തകർക്കുന്നതിന് പകരം അവരെ ശുദ്ധീകരിക്കുകയും വിശ്വാസത്തിൽ ശക്തന്മാരാക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് തുടർന്ന് പിശാച് തൻ്റെ തന്ത്രം മാറ്റുകയാണ്. കഷ്ടതയും ഉപദ്രവവും മാറ്റി സുഖവും സൗകര്യങ്ങളും ആഡംബരവുമാണ് ഇപ്പോൾ വിശ്വാസികൾ അനുഭവിക്കുന്നത്. കഷ്ടതയ്ക്കും കഠിന ശോധനയ്ക്കും ക്രിസ്തീയ വിശ്വാസികളെ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമാക്കാൻ സാധിച്ചില്ല. എന്നാൽ സുഖസൗകര്യങ്ങൾക്ക്, ആഡംബര ജീവിതത്തിന് അത് സാധിക്കുന്നു. പത്രോസ് തൻ്റെ രണ്ടാം ലേഖനം എഴുതുമ്പോൾ
ഈ വിശ്വാസികളെ ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലേഖനത്തിൽ പത്രോസ് പ്രധാനമായും 3 കാര്യങ്ങളാണ് എഴുതുന്നത്. 1-ാം അധ്യായത്തിൽ വിശ്വാസികൾ എങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കണം, എങ്ങനെ വളരണം എന്ന് പറയുന്നു. ഒരു വിശ്വാസിക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പത്രോസ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന കപട ഉപദേഷ്ടാക്കന്മാരെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പത്രോസ് നൽകുന്നു. അവരുടെ ചില പ്രകടമായ ലക്ഷണങ്ങൾ, ദ്രവ്യാഗ്രഹം, ചതി, അധാർമിക ജീവിതം തുടങ്ങിയ ലക്ഷണങ്ങൾ, ഈ ലക്ഷണങ്ങളുള്ള ദുരുപദേഷ്ടാക്കന്മാരും അവർക്ക് വരാൻ പോകുന്ന ശിക്ഷയും അതേപ്പറ്റി പത്രോസ് വിശദമായി പറയുന്നു. അതിനുശേഷം ദൈവവചനത്തെയും പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെയും പരിഹസിക്കുകയും അവയെ കൂട്ടിക്കളയുകയും ചെയ്യുന്നവരെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് പത്രോസ് നൽകുന്നത്. പ്രധാനമായും 3-ാം അധ്യായത്തിലെ വിഷയം ഇതുതന്നെയാണ്. 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമാണല്ലോ എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം 2-ാം ലേഖനം കിട്ടിക്കഴിയുമ്പോൾ 1-ാം ലേഖനം ഉപേക്ഷിച്ച് കളയാമെന്നല്ല, മറിച്ച് ഈ 2 ലേഖനങ്ങളിലെയും വിഷയങ്ങൾ പ്രധാനപ്പെട്ടതാണ്, അവയൊന്നും മറന്നു കളയാൻ പാടില്ല. 2-ാം വാക്യത്തിൽ ഈ 2 ലേഖനങ്ങളുടെയും സംക്ഷിപ്തമാണ് പത്രോസ് നൽകുന്നത്. താൻ ഇങ്ങനെ പറയുന്നു: വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ എന്ന് വെച്ചാൽ പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ. അവ പ്രധാനപ്പെട്ടവയാണ്, അവ മറന്നു കളയാൻ പാടില്ല. അതിൻ്റെ കാരണവും പത്രോസ് ഈ 2-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്. 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ: തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അതുകൊണ്ട് ഒരു കാരണവശാലും ആ പ്രവചനങ്ങൾ അവഗണിക്കരുത്. അതാണ് 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, അതിനുശേഷം, അതായത് 2-ാമത്, അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണം എന്ന് പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, സംശയമില്ല. ചില ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ കർത്താവിൻ്റെ വാക്കുകൾ ചുവന്ന അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്. അത് വലിയ പ്രാധാന്യമുള്ളതാണെന്ന് കാണിക്കാനാണ്. എന്നാൽ ഈ കൽപ്പനകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലന്മാർ മുഖാന്തരമാണ്. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾക്ക് ഈ കൽപ്പനകൾ അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കുകളിലൂടെ ആണ് ലഭിച്ചത്. അവർക്കത് നേരിട്ട് കേൾക്കാൻ സാധിച്ചു. എന്നാൽ അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിലൂടെയാണ് പിന്നീടുള്ളവർക്ക് ആ കൽപ്പനകൾ ലഭിച്ചത്. പുതിയ നിയമത്തിലെ പുസ്തകങ്ങളാണിവ. ഇത് പറയുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം: പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും എഴുതിയത് അപ്പോസ്തലന്മാർ അല്ലല്ലോ, പിന്നെ അതെങ്ങനെ ശരിയാകും? ഇതൊരു ന്യായമായ സംശയമാണ്. സുവിശേഷം എഴുതിയ മർക്കോസ് 12 അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്നില്ല. സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകവും എഴുതിയ ലൂക്കോസും ഒരു അപ്പോസ്തലനായിരുന്നില്ല. ഈ പുസ്തകങ്ങൾ അപ്പോസ്തലന്മാർ നേരിട്ടെഴുതിയതല്ല, പക്ഷേ അപ്പോസ്തലന്മാരുടെ പൂർണ്ണ അറിവോടും സമ്മതത്തോടും കൂടി എഴുതപ്പെട്ടവയാണ് ഈ പുസ്തകങ്ങൾ. ഉദാഹരണത്തിന്, സുവിശേഷം എഴുതിയ മർക്കോസ് യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നില്ല. എങ്കിലും മർക്കോസ് അപ്പോസ്തലനായ പത്രോസിൻ്റെ ഒരു സന്തത സഹചാരിയായിരുന്നു. പത്രോസിൻ്റെ ലേഖനങ്ങൾ എഴുതാൻ സഹായിച്ചത് മർക്കോസ് ആണ് എന്ന് കരുതുവാൻ പോലും തെളിവുകളുണ്ട്. അതുപോലെ തന്നെ ലൂക്കോസ് ഒരു അപ്പോസ്തലനായിരുന്നില്ലെങ്കിലും അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം യാത്ര ചെയ്തിരുന്നയാളായിരുന്നു ലൂക്കോസ്. മാത്രമല്ല, തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ, അതായത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിന് ദൃക്സാക്ഷികളായിരുന്നവരുടെ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത് എഴുതുന്നതെന്നും ലൂക്കോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങൾക്കും അപ്പോസ്തലന്മാരുടെ അംഗീകാരമുണ്ടായിരുന്നു എന്ന് നിസ്സംശയം പറയാം. നമുക്ക് പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ്. തൻ്റെ 2 ലേഖനങ്ങളുടെയും രത്നച്ചുരുക്കം ഇതാണ്: ദൈവവചനം മറന്നുകളയരുത്.
പത്രോസ് ആ കാര്യം വിശ്വാസികളെ ഓർമ്മിച്ചുണർത്തുവാൻ വേണ്ടിയാണ് ഈ 2 ലേഖനങ്ങളും എഴുതിയത്. പത്രോസ് 2 ലേഖനങ്ങൾ ഈ ഒരു കാര്യം പഠിപ്പിക്കുവാൻ വേണ്ടി എഴുതിയെങ്കിൽ തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരിക്കും, സംശയമില്ല. അതുകൊണ്ട് ഈ കാര്യം 2000 വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന നമുക്കും പ്രാധാന്യമുള്ളതാണ്, സംശയമില്ല. ദൈവവചനം അത് മറന്നു കളയരുത്. അത് അനുസരിച്ചാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം, അവൻ്റെ വാഗ്ദാനങ്ങൾ, ഇവയ്ക്കൊന്നും എത്ര വർഷം കഴിഞ്ഞാലും മാറ്റമുണ്ടാകില്ല. അവയുടെ പ്രസക്തി ഒരിക്കലും ഇല്ലാതാവില്ല. ഇതിനു ശേഷം പറയാൻ പോകുന്ന വിഷയത്തിന് ഒരു ആമുഖമായിട്ടാണ് പത്രോസ് ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത്. കാരണം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഒന്നും ശരിയല്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ചിലർ, അവരെക്കുറിച്ചാണ് പത്രോസ് ഇനി പറയാൻ പോകുന്നത്. അവർ ഭാവിയിൽ വരാൻ പോകുന്നവരാണ്. ആ കൂട്ടർ ചോദിക്കുന്ന പ്രധാന ചോദ്യമാണ് 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? 4-ാം വാക്യത്തിൽ പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ഈ ലോകത്തിൽ എന്തൊക്കെയോ വലിയ മാറ്റം വരും എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. കർത്താവ് വീണ്ടും വരും, ലോകം അവസാനിക്കുമെന്നൊക്കെ. എത്രയോ വർഷത്തെ ചരിത്രം നമുക്കറിയാം. ഈ ലോകം ഇങ്ങനെയൊക്കെ അങ്ങ് പോകും, ഇത് അവസാനിക്കുകയും മറ്റൊന്നുമില്ല, നിങ്ങൾ വെറുതെ പറയുന്നതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകൾ ഉണ്ടാകും എന്നാണ് പത്രോസ് പറയുന്നത്. ഈ വാക്യങ്ങൾ സൂക്ഷിച്ച് വായിച്ചാൽ ഈ ആളുകൾ ദൈവവചനവും അതിലെ പ്രവചനങ്ങളുമെല്ലാം മനസ്സിലാക്കിയവരാണെന്ന് കാണാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ള കാര്യങ്ങൾ അവർക്കറിയാം. സൃഷ്ടി മുതലുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് അവർ പറയുന്നത്. ഈ കൂട്ടർ ഇങ്ങനെ പരിഹസിച്ച് ദൈവവചനം ത്യജിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അവർ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ആ കാരണം. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ, കർത്താവിൻ്റെ മടങ്ങിവരവും അതേ തുടർന്നുള്ള സംഭവങ്ങളും അവ സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ അതിന് അനുസരിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി വേണം ജീവിക്കാൻ. ദൈവവചനപ്രകാരം ജീവിക്കാൻ മനസ്സില്ല എന്ന കാരണം കൊണ്ടാണ് അവർ പ്രവചനം തുച്ഛീകരിക്കുന്നത്. ദൈവവചനം പറയുന്നത് യേശുക്രിസ്തു ഈ ലോകത്തെ ന്യായം വിധിക്കുമെന്നാണ്. അത് വിശ്വസിക്കുന്നവർ ആ ന്യായവിധി ദിവസത്തിനു വേണ്ടി തയ്യാറെടുക്കണം, മാനസാന്തരപ്പെടണം. സ്വന്തം മോഹം അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് കഴിയില്ല. എന്നാൽ സ്വന്തം മോഹം അനുസരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, അവർ ദൈവവചനത്തിലെ പ്രവചനത്തെ പരിഹസിക്കും. പ്രവചന ഭാഗങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ അറിവില്ലായ്മകൊണ്ടോ അല്ല അവർ പരിഹസിക്കുന്നത്, മറിച്ച് ദൈവവചനം അനുസരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് മാത്രമാണ്. പത്രോസ് അപ്പോസ്തലൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം പരിഹാസികൾ വരും എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ആ പറഞ്ഞ കാര്യം എത്ര കൃത്യമായി സംഭവിക്കുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. അതും ദൈവവചനത്തിലെ പ്രവചനങ്ങൾ സത്യമാണെന്നതിൻ്റെ തെളിവാണ്. ഇനി ആരെങ്കിലും ബൈബിളിലെ പ്രവചനങ്ങളൊന്നും സത്യമല്ല, അതൊന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പരിഹസിക്കുമ്പോൾ, നിങ്ങളത് കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കണം: ഇത്തരത്തിലുള്ള പരിഹാസികൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് ബൈബിൾ പറഞ്ഞിരുന്നു. ആ പ്രവചനം ആ പരിഹാസികളുടെ ജീവിതത്തിലൂടെ സംഭവിച്ചിരിക്കുന്നു. ദൈവവചനത്തിലെ പ്രവചനങ്ങളെ പരിഹസിക്കുന്ന ഓരോ പരിഹാസിയും ദൈവവചനത്തിലെ പ്രവചനങ്ങൾ സത്യമാണെന്നുള്ളതിൻ്റെ ഓരോ തെളിവുകളാണ്. അപ്പോസ്തലനായ പത്രോസ് ഈ പരിഹാസികൾക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ വാദങ്ങളെ ഖണ്ഡിക്കുകയാണ്. ഈ പരിഹാസികൾ സൃഷ്ടി മുതലെല്ലാം ഒരു വ്യത്യാസവും ഇല്ലാതെ തുടർന്നു എന്നാണല്ലോ പറയുന്നത്. പത്രോസ് അവരോട് സൃഷ്ടിയിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാൻ ആവശ്യപ്പെടുന്നു. വെള്ളത്തിൽ നിന്നുണ്ടായ ഈ ഭൂമി വെള്ളത്താൽ തന്നെ നശിച്ചു പോയ കാര്യം അവർക്കറിയാവുന്നതാണ് എന്ന് പത്രോസ് പറയുന്നു. പക്ഷേ അവർ അത് മനഃപൂർവ്വം മറന്നുകളയുകയാണ്. നോഹയുടെ കാലത്തെ പ്രളയത്തെക്കുറിച്ചാണ് പത്രോസ് പറയുന്നത്. അക്കാലത്തും പരിഹാസികൾ ഉണ്ടായിരുന്നു. അതുവരെ ഇല്ലാതിരുന്ന മഴയെക്കുറിച്ച് കേട്ടപ്പോൾ
അന്നുണ്ടായിരുന്ന ആളുകൾ പരിഹസിച്ചു ചിരിച്ചു. പക്ഷെ ദൈവം തൻ്റെ വാക്ക് പാലിച്ചു. ഭൂമി ജലപ്രളയത്താൽ നശിച്ചു. എന്നാൽ പ്രളയശേഷം ദൈവം ഒരു പ്രവചനം, ഒരു വാഗ്ദത്തം കൂടി നൽകി. ഇനി വെള്ളം കൊണ്ട് ഞാൻ ഭൂമിയെ നശിപ്പിക്കുകയില്ല. അതായിരുന്നു ആ വാഗ്ദത്തം. ആ വാഗ്ദത്തവും ദൈവം പാലിച്ചു. ഭാവിയിലും ദൈവം ആ വാക്ക് പാലിക്കും. ഇനി ഭൂമിയെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കില്ല. അതൊരു നല്ല കാര്യമല്ലേ എന്നാണ് ആദ്യം ആളുകൾ വിചാരിച്ചത്. പക്ഷെ പിന്നീട് യേശു പറഞ്ഞു, ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. പക്ഷെ പത്രോസ് പറയുന്നത് അന്ന് വെള്ളമായിരിക്കില്ല, പകരം തീയായിരിക്കുമെന്നാണ്. ഈ ലോകം മുഴുവൻ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പത്രോസ് പറയുന്നത്. ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പത്രോസ് പറയുന്നു. നന്മ ചെയ്യുന്ന ആളുകൾ, നന്നായി ജീവിക്കുന്നവർ, അവർ കഷ്ടപ്പെടുകയും ഭക്തിയില്ലാതെ ദുഷ്ടന്മാരായി ജീവിക്കുന്ന ആളുകൾ ഈ ലോകത്തിൽ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്നത് എല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ട്. അനേക ആളുകൾ അതിനെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. അപ്പോഴൊക്കെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഒരു ന്യായവിധി ഉണ്ടാകുമോ? ദൈവവചനം പറയുന്നു, തീർച്ചയായും ഒരു ന്യായവിധി ഉണ്ടാകും. പക്ഷേ ആ ന്യായവിധി നീണ്ടുപോകുന്നു എന്ന പരാതിയാണ് പലർക്കുമുള്ളത്, പ്രത്യേകിച്ച് ദൈവജനത്തിന്. ദൈവജനം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എത്ര നാൾ ഈ അന്യായം ഞങ്ങൾ കാണണം? കർത്താവ് വരുവാൻ, തൻ്റെ സഭയെ ചേർക്കുവാൻ, ദൈവജനത്തിന് പ്രതിഫലം നൽകുവാൻ എത്ര നാൾ? ഈ ചോദ്യം ചിലരുടെ ജീവിതത്തിലെങ്കിലും നിരാശയുളവാകും. അവർ പറയും, ഓ, ഇത് വളരെ താമസമാണ്. കർത്താവ് എന്നേ വരേണ്ടതായിരുന്നു. കർത്താവ് എന്താണ് വരാത്തത്? തൻ്റെ വാഗ്ദത്തം നിറവേറ്റാൻ എന്താണ് താമസം? താമസമാണ് എന്നാണ് ചിലർ വിചാരിക്കുന്നത്. പക്ഷേ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, കർത്താവ് വരാൻ താമസിക്കുന്നില്ല, താമസമല്ല, മറിച്ച് കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നതാണ്. 8-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നത്, നമ്മുടെ കലണ്ടറും നമ്മുടെ ക്ലോക്കും ദൈവത്തിൻ്റെ കലണ്ടറും ദൈവത്തിൻ്റെ ക്ലോക്കുമായിട്ട് വ്യത്യാസമുണ്ട്. നാം ഒരു പുതിയ രാജ്യത്ത് ചെന്നാൽ ആദ്യം അവിടെ ചെയ്യുന്ന കാര്യം നമ്മുടെ വാച്ച് ആ രാജ്യത്തെ സമയമനുസരിച്ച് മാറ്റുക എന്നതാണ്. നമ്മുടെ സമയമായിരിക്കില്ല വേറൊരു രാജ്യത്തെ സമയം. ഇവിടെ ചില ആളുകൾ അവരുടെ വാച്ചും അവരുടെ കലണ്ടറും വെച്ചിട്ട് പറയുകയാണ്, ദൈവം താമസിക്കുന്നു. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം നമ്മുടെ ക്ലോക്കും നമ്മുടെ കലണ്ടറും അല്ല ഉപയോഗിക്കുന്നത്. ദൈവത്തിന് ദൈവത്തിൻ്റേതായ ടൈം ടേബിളുണ്ട്. ദൈവത്തിൻ്റെ കാലസമ്പൂർണതയിൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ താനത് ചെയ്യും. 8-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നത്, നമ്മുടെ 1000 വർഷം ദൈവത്തിനൊരു ദിവസം പോലെയും ദൈവത്തിൻ്റെ 1000 വർഷം നമുക്ക് ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നാണ്. എന്ന് വച്ചാൽ ദൈവത്തിൻ്റെ സമയവും നമ്മുടെ സമയവും രണ്ടും രണ്ടാണ്. 9-ാം വാക്യത്തിൽ താൻ പറയുന്നു, ദൈവം വരാൻ താമസിക്കുകയല്ല, മറിച്ച് ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ്. ഇനിയും ചിലർ കൂടി മാനസാന്തരപ്പെടാനുണ്ട്, ഇനിയും ചിലർ നിത്യജീവൻ അവകാശികളായി തീരാനുണ്ട് എന്ന് വെച്ച് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു. പക്ഷേ തൻ്റെ വരവിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾക്കൊരു മാറ്റവുമില്ല. അതാണ് 10-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നത്, കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. എന്ന് വച്ചാൽ ആർക്കും ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത സമയത്തായിരിക്കും കർത്താവ് വരിക. മാത്രമല്ല, ഈ ലോകം നാം കാണുന്ന ഈ ലോകവും ആകാശവും മുഴുവൻ കത്തിയൊഴിയും, അതിലെ പണികളും വെന്തുപോകും. ഈ ലോകത്ത് കാണുന്നതൊക്കെ അഴിഞ്ഞു പോകാനുള്ളതായിരിക്കാൽ ഈ ആകാശവും മൂലപദാർത്ഥങ്ങളും വെന്തുരുകുവാനും ഉള്ളതായിരിക്കുന്നത് കൊണ്ട്
വിശ്വാസികളായ നാം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. ഈ ലോകം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് വരും. അവൻ വരുന്ന സമയം നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങൾ, പത്രോസ് പരിഹാസികളോടല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. കർത്താവിൻ്റെ വരവിൽ അവിശ്വസിക്കുന്നവരോടല്ല പത്രോസ് സംസാരിക്കുന്നത്. ലോകാവസാനം ഒന്നും ഉണ്ടാകുകയില്ല എന്നും ഈ ലോകം ഇങ്ങനെ തന്നെ തുടരും എന്ന് പഠിപ്പിക്കുന്നവരോടല്ല പത്രോസ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്ന് വച്ചാൽ വൃതന്മാരായ, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായ ദൈവജനത്തോട് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. പ്രിയ സുഹൃത്തേ, കർത്താവിൻ്റെ വരവ് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആളുകൾ പരിഹസിക്കുമ്പോൾ അവരെ വാദിച്ച് തോൽപ്പിക്കാനോ അവരെ ബൈബിൾ ശരിയാണെന്ന് തെളിയിച്ചു കൊടുക്കാനോ ഒന്നുമല്ല ശ്രമിക്കേണ്ടത്. മറിച്ച് നാം വിശുദ്ധ ജീവനം നയിക്കണം, ഭക്തിയുള്ളവരായിരിക്കണം. അതാണ് പത്രോസ് അപ്പോസ്തലൻ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചത്. അതുതന്നെയാണ് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നാമും ചെയ്യേണ്ടത്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനത്തിൽ തന്നിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും സത്യമാണ്. അവ നിവർത്തിക്കപ്പെടും. അതിന് അനേക തെളിവുകൾ അവിടുത്തെ വചനത്തിലുണ്ട്. ഈ ലോകത്തിൽ അവിടുത്തെ വാഗ്ദാനങ്ങളെ, അവിടുത്തെ വചനത്തിലുള്ള പ്രവചനങ്ങളെ തുച്ഛീകരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ അവരെ കാണുമ്പോൾ ഞങ്ങൾ ഭക്തിയുള്ളവരായി വിശുദ്ധ ജീവനം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.